ഹലോ ഗൈസ്, ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് കസ്റ്റം VPC എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നാണ്. അപ്പോൾ അതിനകത്ത് ഞാൻ പറയുന്ന പ്രൈവറ്റ് സബ്നെറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അതേപോലെ തന്നെ പബ്ലിക് സബ്നെറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ഇൻ്റർനെറ്റ് ഗേറ്റ്വേ എങ്ങനെ അറ്റാച്ച് ചെയ്യാം, നാറ്റ് ഗേറ്റ്വേ എങ്ങനെ അറ്റാച്ച് ചെയ്യാം, റൗട്ട് ടേബിൾ എങ്ങനെ കോൺഫിഗർ ചെയ്യാം, ഇങ്ങനെയുള്ള ഡീറ്റെയിൽ എല്ലാം ഞാൻ കൃത്യമായി പറയുന്നുണ്ട്. ഓരോ പാർട്ടായിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാ പാർട്ടും കാണാനായിട്ട് മുടങ്ങാതെ കാണുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഒഹിയോ എന്ന് പറഞ്ഞ റീജിയനാണ് ഞാൻ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ റീജിയനകത്ത് 3 സോണാണ് ഉള്ളത്. 2A 2B 2C എന്ന് പറഞ്ഞാൽ 3 സോണാണ് ഉള്ളത്. US ഈസ്റ്റ് 2 അതിനകത്ത് 3 സോണുണ്ട്. അപ്പോൾ അതിനകത്ത് ഞാൻ 3 പ്രൈവറ്റ് സബ്നെറ്റും 3 പബ്ലിക് സബ്നെറ്റുമാണ് ക്രിയേറ്റ് ചെയ്യണത്. അപ്പോൾ ഞാൻ സബ്നെറ്റ് ചെയ്യാനായിട്ട് ആദ്യം തന്നെ ഒരു VPC ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. VPCക്കകത്ത് ഞാൻ സൈഡർ കൊടുക്കുന്നത് 1.0.0.0/16 ആണ് കൊടുക്കുന്നത്. VPCക്കകത്ത് നമ്മളെപ്പോഴും പ്രൈവറ്റ് IPs ആണ് നമ്മൾ കൊടുക്കേണ്ടത്. എന്നിട്ട് ഞാൻ ഓൺലൈൻ വഴി സബ്മിറ്റ് ചെയ്തതിന് ശേഷം ആ IPs ഓരോ സബ്നെറ്റും ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അസൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു VPC ക്രിയേറ്റ് ചെയ്യുമ്പോൾ ബൈ ഡിഫോൾട്ട് ഒരു റൗട്ട് ടേബിൾ ക്രിയേറ്റ് ആവും. മെയിൻ റൗട്ട് ടേബിൾ ക്രിയേറ്റ് ആവുന്നുണ്ട്, NACൽ ക്രിയേറ്റ് ആവും, സെക്യൂരിറ്റി ഗ്രൂപ്പ് ഇതെല്ലാം ക്രിയേറ്റ് ആവുന്നുണ്ട്. പിന്നെ നമ്മൾ സബ്നെറ്റും ഇൻ്റർനെറ്റ് ഗേറ്റ്വേ നാറ്റൊക്കെ നമ്മൾ സെപ്പറേറ്റ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതെല്ലാം ഞാൻ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ VPC ക്രിയേറ്റ് ചെയ്തിട്ട് മൂന്ന് പ്രൈവറ്റ് സബ്നെറ്റും 3 പബ്ലിക് സബ്നെറ്റുമാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത്. അതിനകത്തേക്ക് ഞാൻ റൗട്ട് ടേബിൾ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു റൗട്ട് ടേബിൾ വരും. അത് ഞാൻ പബ്ലിക് റൗട്ട് ടേബിളായിട്ട് ക്രിയേറ്റ് ചെയ്യും. അതിനകത്തേക്ക് ഞാൻ ഇൻ്റർനെറ്റ് ഗേറ്റ് വേണം അറ്റാച്ച് ചെയ്യുന്നത്. അതേപോലെ പ്രൈവറ്റ് റൗട്ട് ടേബിൾ ഞാൻ വേറെ അഡീഷണൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിനകത്തേക്ക് ഞാൻ നാറ്റ് ഗേറ്റ് വേണം അറ്റാച്ച് ചെയ്യുന്നത്. എന്നിട്ട് ഈ പ്രൈവറ്റ് സബ്നെറ്റ് ഞാൻ നാറ്റ് ഗേറ്റ്വേയിലും പറഞ്ഞു കൊടുക്കും, അസോസിയേറ്റ് ചെയ്യും. അതുപോലെ പബ്ലിക് സബ്നെറ്റുകളെല്ലാം ഞാൻ പബ്ലിക് റൗട്ട് ടേബിളിലാണ് ഞാൻ അസോസിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇതിനകത്ത് കാണിക്കുന്നത്. അതേപോലെ തന്നെ നാറ്റ് ഗേറ്റ്വേ ക്രിയേറ്റ് ചെയ്യുമ്പോൾ പബ്ലിക് സബ്നെറ്റിലാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. എന്നാൽ മാത്രമേ അതിനകത്ത് ഇൻ്റർനെറ്റ് ആക്സസ് ഉണ്ടാവുകയുള്ളൂ. എന്നിട്ട് ആ നാറ്റ് ഗേറ്റ്വേയുടെ ID ഞാൻ പ്രൈവറ്റ് റൗട്ട് ടേബിളിൽ അസോസിയേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നാൽ മാത്രമേ പ്രൈവറ്റ് സബ്നെറ്റുള്ള ഇൻസ്റ്റൻസിന് ഇൻ്റർനെറ്റ് ആക്സസ് കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്കിതിൻ്റെ ഹാൻഡ്സ് ഓൺ കണ്ടു കഴിയുമ്പോൾ നമുക്ക് ഡീപ്പായിട്ട് മനസ്സിലാവും. നിങ്ങൾ എന്നിട്ട് അത് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് റൂട്ട് യൂസർ വെച്ച് ഒഹിയോ എന്ന് പറഞ്ഞ റീജിയനിലാണ്. അപ്പോൾ സർവീസ് എടുത്തതിന് ശേഷം VPC എടുക്കുക. ഇപ്പോൾ ഞാനിപ്പോൾ VPCയുടെ ഡാഷ്ബോർഡിലാണ് നിൽക്കുന്നത്. ബൈ ഡിഫോൾട്ട് ഒരു VPC ക്രിയേറ്റഡ് ആണ്, അത് ഡിഫോൾട്ടായിട്ടുള്ളതാണ്. റൈറ്റ് സൈഡ് സെറ്റിങ്സിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് റീജിയൻസിൻ്റെ സോൺസ് കാണാൻ പറ്റും. ഒഹിയോ എന്ന് പറഞ്ഞ റീജിയൻ്റെ അതുപോലെ ഹെൽത്തിയാണ്. അതുപോലെ നമുക്ക് VPCക്കകത്ത് പോയി കഴിഞ്ഞാൽ ബൈ ഡിഫോൾട്ട് ക്രിയേറ്റ് ആയിട്ടുള്ള AWSൻ്റെ VPC ഉണ്ട്. ഞാൻ അതിനകത്ത് എല്ലാത്തിനും നെയിം കൊടുത്തിട്ടുണ്ട്. AWS ഡിഫോൾട്ട് എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറഞ്ഞ് നെയിം കൊടുത്തിട്ടുണ്ട്. നമുക്കാണെങ്കിൽ ഇവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഡാഷ്ബോർഡിൽ പോയിട്ട് ലോഞ്ച് VPC വിസാർഡ് എന്താണെന്നുള്ളത് ജസ്റ്റ് ഫസ്റ്റ് നോക്കാം. അപ്പോൾ ഇത് വെച്ച് വിസാർഡ് വഴി നമുക്ക് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. മറ്റേന്ന് വെച്ചാൽ മാനുവലിയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ VPC വിത്ത് സിംഗിൾ പബ്ലിക് സബ്നെറ്റ്. അപ്പോൾ നമുക്ക് ഒരു VPCക്കകത്ത് സിംഗിൾ പബ്ലിക് സബ്നെറ്റ് വഴി നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. സെലക്ട് കൊടുത്തു കഴിഞ്ഞാൽ ചെയ്യാവുന്നതാണ്. പിന്നെ അത് അവർ പറയുന്നുണ്ട് 16, അതായത് സബ്നെറ്റ് 16-ന് 24 ഇടക്കാണ് വേണ്ടത്. അതിന് പബ്ലിക് സബ്നെറ്റ് എലാസ്റ്റിക് IP അല്ലെങ്കിൽ പബ്ലിക് IP അസൈൻ ചെയ്യണമെന്നുള്ളത് പറയുന്നുണ്ട് ഇൻ്റർനെറ്റ് ആക്സസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് നമുക്ക് നോക്കാം എന്തൊക്കെ സെറ്റിങ്സാണ് ഉള്ളതെന്നുള്ളത്. അപ്പോൾ ഞാൻ സെലക്റ്റിൽ ക്ലിക്ക് ചെയ്യുവാണ്. അപ്പോൾ ഇതിനകത്ത് IP സൈഡർ ഏതാണ് വേണ്ടത്, പബ്ലിക് സബ്നെറ്റ് IP റേഞ്ച് സബ്നെറ്റ് എന്താണ് വേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഇവിടെ തന്നെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ മാനുവലി ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതേപോലെ അടുത്ത ഓപ്ഷൻ VPC വിത്ത് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് സബ്നെറ്റ്. അതായത് പബ്ലിക് സബ്നെറ്റ് ഉണ്ടാവും, പ്രൈവറ്റ് സബ്നെറ്റ് ഉണ്ടാവും. അപ്പോൾ അതിന് പ്രൈവറ്റ് സബ്നെറ്റ് നമ്മൾ നാറ്റും കൂടി പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അങ്ങനത്തെ ഒരു ഓപ്ഷനാണ് വേണ്ടെങ്കിൽ ഇത് സെലക്ട് ചെയ്യാം. അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് VPC വിത്ത് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് സബ്നെറ്റ് വിത്ത് ഹാർഡ്വെയർ ആക്സസ് ആണ്. അതായത് നമുക്ക് നമ്മുടെ ഡാറ്റാ സെൻറ്റർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അതുവഴി VPN വഴി കണക്ട് ചെയ്യാവുന്നതാണ് അവർ പറയുന്നത്. അടുത്ത ഓപ്ഷൻ സെയിം തന്നെയാണ്. പ്രൈവറ്റ് സബ്നെറ്റ് ആയിരിക്കും, പബ്ലിക് ഉണ്ടാവില്ല. നമുക്ക് നമ്മുടെ ഡാറ്റാ സെൻറ്ററിൽ നമുക്ക് ഡയറക്റ്റ് കണക്ട് ചെയ്യാം VPN വഴി. അപ്പോൾ ഞാൻ മാനുവലാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് ഞാൻ ക്യാൻസൽ ചെയ്തു. VPCയിൽ വരിക. അപ്പോൾ നമുക്ക് എല്ലാം ഓരോന്ന് കോൺഫിഗർ ചെയ്ത് പോവാം. മറ്റേന്ന് വെച്ചാൽ ഓരോ സ്റ്റെപ്പിൽ തന്നെ എല്ലാം ക്രിയേറ്റ് ആയിക്കോളും. ഇപ്പോൾ ഇവിടെ ഡിഫോൾട്ട് VPCയുടെ സൈഡർ എന്ന് പറഞ്ഞാൽ 172.31 ആണ് സീരീസ്. നമുക്ക് ഫസ്റ്റ് ഒരു EC2ൽ പോയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ലോഞ്ച് ചെയ്യാനുള്ള സ്റ്റെപ്സ് ഒന്ന് നോക്കാം. അപ്പോൾ ഞാൻ കാണിച്ചു തരാം നെറ്റ്വർക്കിൻ്റെ സെക്ഷൻ. അപ്പോൾ EC2ലാണ് ഞാൻ നിൽക്കുന്നത്. ലോഞ്ച് ഇൻസ്റ്റൻസ് കൊടുക്കുമ്പോൾ സെലക്ട് ചെയ്യുക, ഇൻസ്റ്റൻസ് ഓപ്ഷനിൽ ചൂസ് ചെയ്യുക, നെക്സ്റ്റ് അടിക്കുക, ടൈപ്പ് ചൂസ് ചെയ്തു. ഇവിടെ നെറ്റ്വർക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് നെറ്റ്വർക്ക് VPCയും അതിനകത്ത് ഏത് സബ്നെറ്റാണ് വേണ്ടതെന്നുള്ളത്. ഇപ്പോൾ ബൈ ഡിഫോൾട്ട് VPC മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് അതിൻ്റെ സബ്നെറ്റ് മാത്രമേ കാണിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ചെയ്ത് നോക്കാം.
അപ്പോൾ ഞാൻ നേരെ അതേപോലെ ഞാൻ ഇപ്പോൾ ഓൺലൈൻ സബ്മിറ്റ് ചെയ്യാനുള്ള ഒരു സൈറ്റാണിത്, network.0.0.com. അതിനകത്ത് ടൂൾസിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് IP4 ഉണ്ട്, 6 ഉണ്ട്, ഏത് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. ഞാൻ IP4 ചൂസ് ചെയ്തു. അപ്പോൾ സബ്നെറ്റ് കാൽക്കുലേറ്റർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏതിൻ്റെ സൈഡർ ബ്ലോക്ക്, അതായത് ആ നെറ്റ്വർക്ക് ID പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഫുൾ ഇൻഫർമേഷൻ നമുക്ക് കിട്ടും. സബ്നെറ്റാണ് വേണ്ടതെന്നുള്ള റൈറ്റ് സൈഡ് ചൂസ് ചെയ്യുക. ഇപ്പോൾ ഞാനിപ്പോൾ 16 കൊടുക്കുന്നത്, എന്നിട്ട് ഞാൻ കാൽക്കുലേറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഡീറ്റെയിലും നമുക്കറിയാം. നെറ്റ്വർക്ക് ആക്സസ്, ബ്രോഡ്കാസ്റ്റ്, എത്ര IP യൂസ് ചെയ്യാം, ഫുൾ ഡീറ്റെയിൽ നമുക്ക് കിട്ടും ഇതിൽ നിന്ന്. അതേപോലെ ഞാനിപ്പോൾ സബ്നെറ്റ് ചെയ്യാനാണ് പോകണം. ഒരു IP കൊടുത്തിട്ട്, ഒരു IP റേഞ്ച് കൊടുത്തിട്ട് അതിൽ നിന്ന് സബ്നെറ്റ് ചെയ്യാനാണ് പോകണം. അപ്പോൾ ഫസ്റ്റത്തെ ഓപ്ഷനാണ് ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ നെറ്റ്വർക്ക് ടൂളിൽ ഒന്നുകൂടി IP4 ചൂസ് ചെയ്തു. ഫസ്റ്റ് IP അഡ്രസ് പ്ലാനറാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ എനിക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും എത്ര ഹോസ്റ്റ് വേണം, നെറ്റ്വർക്ക് വേണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കാം. അപ്പോൾ ഞാൻ എൻ്റെ VPC സൈഡർ ഞാനിവിടെ പറഞ്ഞു കൊടുത്തു. 10.0.0.16 ഞാൻ കൊടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് സബ്നെറ്റ് എത്ര വേണം, ഹോസ്റ്റ് എത്ര വേണം, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞു കൊടുത്താൽ അതനുസരിച്ചിട്ട് നമുക്ക് ഇവിടെ ഒരു ടേബിൾ ക്രിയേറ്റ് ആയിട്ട് കിട്ടും, അതിൻ്റെ ലിസ്റ്റ് കിട്ടും നമുക്ക് സബ്നെറ്റിൻ്റെ. അപ്പോൾ ഞാനൊരു 20 സബ്നെറ്റ് അല്ലെങ്കിൽ ഒരു 10 സബ്നെറ്റ് ഇവിടെ നിന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് താഴത്തുള്ളതും കൂടി കൊടുക്കുക, എത്ര ഹോസ്റ്റേഴ്സ് വേണമെന്നുള്ളതും കൂടി കൊടുക്കുക, അതനുസരിച്ച് കിട്ടും. ഇപ്പോൾ ഞാൻ 9 കൊടുത്തു കഴിഞ്ഞാൽ ഇത്ര IP എനിക്ക് ഹോസ്റ്റേഴ്സ് ഒരു സബ്നെറ്റിൽ കിട്ടുമെന്നാണ് അവർ പറയണത്. അപ്പോൾ 10 സബ്നെറ്റ് എനിക്ക് ഇവിടെ നിന്ന് കിട്ടി. അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് ജസ്റ്റ് സിമ്പിളായിട്ട് ആ സബ്നെറ്റ് റേഞ്ച് കോപ്പി ചെയ്യുക, ഓരോ സബ്നെറ്റിലും കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ചെയ്യാവുന്നതാണ്. ഇതാണ് ഓൺലൈൻ വഴി നമുക്ക് ചെയ്യാവുന്ന ഒരു സൈറ്റാണ്. ഇതേപോലെ ഒരുപാട് സൈറ്റുകളുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈറ്റ് ചൂസ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ റേഞ്ച് എത്ര വരെ റേഞ്ച് ഉണ്ട്, അതായത് 0 തൊട്ട് 255 വരെ ഫസ്റ്റ് സബ്നെറ്റിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ യുവർ VPCയിൽ വന്നതിന് ശേഷം ക്രിയേറ്റ് VPC കൊടുക്കുക. ഇപ്പോൾ ക്രിയേറ്റ് VPC കൊടുക്കുമ്പോൾ ഫസ്റ്റ് തന്നെ ഒരു നെയിം കൊടുക്കാനാണ് പറയുന്നത്. അപ്പോൾ VPCക്ക് എന്തെങ്കിലും നെയിം കൊടുക്കുക. ഞാൻ മാനേജ്മെൻറ്റ് VPC എന്ന് പറഞ്ഞാണ് നെയിം കൊടുക്കുന്നത്. അടുത്തത് IP4 സൈഡർ ബ്ലോക്ക് പറയാനാണ് പറയുന്നത്. അപ്പോൾ 10 സീരീസാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ 10 ഇതാണ് ഈ സീരീസാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ 10.0.0.16 ഞാൻ കൊടുക്കുന്നത്, /16. അതെല്ലാം താഴത്ത് IP വെർഷൻ 6 വേണമെന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നോ കൊടുക്കുക, വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആമസോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതല്ലെങ്കിൽ നിങ്ങളുടെ ഓൺ IP6 നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ IP6 യൂസ് ചെയ്യുന്നില്ല, ഞാൻ നോ കൊടുക്കണം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. അത് ടെനൻസി എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഡിഫോൾട്ട് തന്നെ ചൂസ് ചെയ്യാം. നമ്മൾ ഡെഡിക്കേറ്റഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഡെഡിക്കേറ്റഡിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്കത് നല്ല ചാർജ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഡിഫോൾട്ട് തന്നെ ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഡെഡിക്കേറ്റഡ് ഇൻസ്റ്റൻസ് വേണമെങ്കിൽ ഇവിടെ ഡെഡിക്കേറ്റഡ് പറഞ്ഞു കൊടുത്തിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനിവിടെ ഡിഫോൾട്ട് തന്നെയാണ് ചൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഇൻഫർമേഷൻ ഡീറ്റെയിൽ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാവുന്നതാണ്. അടുത്ത് ടാഗ് നെയിം കൊടുക്കുക. ബൈ ഡിഫോൾട്ട് ടാഗ് പറഞ്ഞ് എടുത്തിട്ടുണ്ട്, നെയിം വെച്ച് തന്നെ ഒരു ടാഗ് നെയിം എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അഡീഷണൽ ടാഗ് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. ഇപ്പോൾ പ്രൊജക്റ്റ് ഏത് പ്രൊജക്റ്റാണ്, മാനേജ്മെൻ്റ് ആണ് അല്ലെങ്കിൽ സ്റ്റേജാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ടാഗ് എഴുതാവുന്നതാണ്. ഞാൻ ക്രിയേറ്റ് VPC കൊടുത്തു. അപ്പോൾ എൻ്റെ VPC ക്രിയേറ്റ് ആയിട്ടുണ്ട്. മാനേജ്മെൻറ്റ് VPC എന്നാണ്. അതിനകത്ത് ഒരു DHCP ഓപ്ഷൻ സെറ്റ് ബൈ ഡിഫോൾട്ട് വന്നിട്ടുണ്ട്. മെയിൻ റൗട്ട് ടേബിൾ വന്നിട്ടുണ്ട്, NACLും വന്നിട്ടുണ്ട് ബൈ ഡിഫോൾട്ട്. അതേപോലെ തന്നെ CIDR ഡീറ്റെയിലും വന്നിട്ടുണ്ട്. VPC ഫ്ലോ നമുക്കിപ്പോൾ എനേബിൾ ചെയ്യുന്നില്ല, അതിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ നമുക്ക് DNS റെസൊല്യൂഷനും DNS ഹോസ്റ്റ് നെയിം എനേബിൾ ചെയ്യണം. അപ്പോൾ ആ VPC ചൂസ് ചെയ്തതിന് ശേഷം ആക്ഷനിൽ വരിക. റെസൊല്യൂഷൻ എനേബിൾഡ് ആണ്, ഹോസ്റ്റ് നെയിമാണ് എനേബിൾ ചെയ്യേണ്ടത്. അപ്പോൾ ആക്ഷനിൽ വന്നതിന് ശേഷം DNS ഹോസ്റ്റ് നെയിം സെലക്ട് ചെയ്യുക, ആ ടിക്ക് എനേബിൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് എനേബിൾ ആയിട്ടുണ്ട്. എന്നാൽ മാത്രമേ നമുക്ക് ആ ഹോസ്റ്റ് നെയിം കിട്ടത്തുള്ളൂ DHCP ഒരു ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ആകുമ്പോൾ. അതിന് റെസൊല്യൂഷൻ എനേബിൾ ആണെങ്കിൽ അതേപോലെ റെസൊല്യൂഷനും ഇതേപോലെ തന്നെ എനേബിൾ ചെയ്യാവുന്നതാണ്. ടെനൻസി ഡിഫോൾട്ടാണ്, അതിന് ഡിഫോൾട്ട് VPC അല്ല, നോയാണ് അവിടെ താഴത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് സബ്നെറ്റ് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ സബ്നെറ്റ് ഒന്നും ക്രിയേറ്റ് ആയിട്ടില്ല. അപ്പോൾ ഡിഫോൾട്ടിന് നോക്കിക്കഴിഞ്ഞാൽ കാണാം അവൈലബിലിറ്റി സോൺ സെക്ഷനിൽ 3 സോണാണുള്ളത്, 2A 2B 2C. അപ്പോൾ സെറ്റിങ്സിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്, 3 സോണാണുള്ളത്. അപ്പോൾ ഞാൻ 3 സബ്നെറ്റ് വെച്ചിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. പ്രൈവറ്റിന് 3 സബ്നെറ്റ്, പബ്ലിക്കിന് 3 സബ്നെറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ക്രിയേറ്റ് ചെയ്യാം. ഇപ്പം DBക്ക് വേണ്ടി ഒരു 3 സബ്നെറ്റ്, വെബ് സെർവറിന് വേണ്ടി 3 സബ്നെറ്റ്,
ALB ഉണ്ടെങ്കിൽ ALBക്ക് വേണ്ടി 3 സബ്നെറ്റ്, ഇങ്ങനെയൊക്കെ നമുക്ക് പ്ലാൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ആദ്യം തന്നെ പബ്ലിക്കാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, 3 സബ്നെറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു നെയിം കൊടുത്തു, VPC ഏതാണെന്നുള്ള ചൂസ് ചെയ്യണം ഫസ്റ്റ് തന്നെ. എന്നിട്ട് ഞാൻ നെയിം കൊടുത്ു. 2Aക്ക് വേണ്ടിയാണ് ഫസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് അവൈലബിലിറ്റി സോൺ സെലക്ട് ചെയ്യുക. 2A എന്നാണ് ഞാൻ കൊടുക്കുന്നത്. ഇവിടെ CIDR പറഞ്ഞു കൊടുക്കണം. സബ്നെറ്റ് ചെയ്താണ്, ഞാൻ നേരത്തെ സബ്നെറ്റ് ചെയ്തിട്ടുണ്ട് ഓൺലൈൻ. അത് ഞാൻ ജസ്റ്റ് കോപ്പി ചെയ്തിട്ട് ഇവിടെ നിന്ന് പേസ്റ്റ് ചെയ്യുവാണ്. അപ്പോൾ ഫസ്റ്റത്തെ നെറ്റ്വർക്ക് സബ്നെറ്റ് എന്ന് പറഞ്ഞാൽ 0.0/20 ആണ്. ടാഗ് നെയിം ഓട്ടോമാറ്റിക് എടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പിന്നെയും ഇവിടെ നിന്ന് ആഡ് ന്യൂ സബ്നെറ്റ് എന്ന് അടിയിൽ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത സബ്നെറ്റ് കൂടി നമുക്ക് ഇതേപോലെ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ കോപ്പി ചെയ്ത് ആ സബ്നെറ്റ് നെയിം കോപ്പി ചെയ്തിട്ട് താഴത്ത് വന്നിട്ട് ഞാൻ പേസ്റ്റ് ചെയ്യുവാണ്. എന്നിട്ട് 2B എന്നാക്കുവാണ്. അതുപോലെ തന്നെ അവൈലബിലിറ്റി സോൺ ഞാൻ 2B സെലക്ട് ചെയ്തു. സൈഡർ ചൂസ് ചെയ്യണം. പിന്നെ അടുത്ത നെറ്റ്വർക്ക് ഞാൻ കോപ്പി ചെയ്തു, ഇവിടെ വന്നിട്ട് ഞാൻ പേസ്റ്റ് ചെയ്തു. അടുത്തൊരു സബ്നെറ്റ് കൂടി ക്രിയേറ്റ് ചെയ്യുവാണ് പബ്ലിക്കിന് വേണ്ടി. 2Cക്ക് വേണ്ടി സബ്നെറ്റ് ക്രിയേറ്റ് ചെയ്യണം. ഞാൻ ഒന്നുകൂടി കോപ്പി ചെയ്തതിന് ശേഷം ഇവിടെ ഞാൻ പേസ്റ്റ് ചെയ്ത് 2C ആക്കുവാണ്. എന്നിട്ട് അവൈലബിലിറ്റി സോൺ ഞാൻ 2C സെലക്ട് ചെയ്യുന്നു. നെറ്റ്വർക്ക് ഞാൻ ഇവിടെ നിന്ന് അടുത്ത നെറ്റ്വർക്ക് ഞാൻ കോപ്പി ചെയ്തു. 32.0 ആണ് കോപ്പി ചെയ്തത്, അത് പേസ്റ്റ് ചെയ്തു. അപ്പോൾ ഞാനിപ്പോൾ പബ്ലിക്ക് മാത്രമേ ചെയ്യുന്നുള്ളൂ, വേണമെങ്കിൽ ഇനി ആഡ് ചെയ്യാവുന്നതാണ്. ഞാൻ ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ 3 സബ്നെറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് 1 സ്റ്റെപ്പിൽ തന്നെ എനിക്ക് ക്രിയേറ്റ് ആയിട്ടുണ്ട്. പബ്ലിക്കിന് വേണ്ടിയുള്ള സബ്നെറ്റ് എല്ലാം ക്രിയേറ്റ് ആയിട്ടുണ്ട്. IP CIDR കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ റൈറ്റ് സൈഡ് എത്ര ഹോസ്റ്റ് IP അവൈലബിൾ ആയിട്ടുണ്ടെന്നുള്ള ഡീറ്റെയിൽ എല്ലാം കാണിക്കുന്നുണ്ട്. സോണ് കാണിക്കുന്നുണ്ട്. റൗട്ട് ടേബിൾ NACലെല്ലാം കാണിക്കുന്നുണ്ട്. ഇപ്പോൾ അറ്റാച്ച് ആയിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത VPCയുടെ ഡിഫോൾട്ട് റൗട്ട് ടേബിളിലേക്കാണ് ഈ സബ്നെറ്റ് എല്ലാം അറ്റാച്ച് ആയിരിക്കുന്നത്. അതേപോലെ നമുക്കിനി ഓട്ടോ അസൈനിങ് പബ്ലിക് സബ്നെറ്റിനകത്ത് നമുക്ക് ഓട്ടോ അസൈനിങ് പബ്ലിക് IP എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതെല്ലാം എനേബിൾ ചെയ്യാനുണ്ട്. അപ്പോൾ ഓരോ പബ്ലിക് IP സബ്നെറ്റ് സെലക്ട് ചെയ്യുക. ആക്ഷൻ എടുത്തതിന് ശേഷം മോഡിഫൈ ഓട്ടോ അസൈനിങ് IP സെറ്റിങ്സ് കൊടുക്കുക, അത് എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ ഒരു ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ ഇൻസ്റ്റൻസിന് പബ്ലിക് IP ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ അത് 3 സബ്നെറ്റിന് ഞാൻ ചെയ്യുന്നുണ്ട്. പ്രൈവറ്റിന് ചെയ്യേണ്ട, പബ്ലിക്കിന് മാത്രം ചെയ്താൽ മതി. ഞാൻ 3 സർവറിനും 3 സബ്നെറ്റിനും ഞാനത് എനേബിൾ ചെയ്തിട്ടുണ്ട്, പബ്ലിക് സബ്നെറ്റിന്. അപ്പോൾ അത് ചെയ്തു. ഇനി എനിക്ക് പ്രൈവറ്റ് സബ്നെറ്റാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഞാൻ ക്രിയേറ്റ് സബ്നെറ്റ് ഒന്നും കൂടി കൊടുത്തു. VPC ചൂസ് ചെയ്യുക. മാനേജ്മെൻറ്റ് VPC ഞാൻ ചൂസ് ചെയ്തു. ഒരു നെയിം കൊടുക്കുക. ഇപ്പം മാനേജ്മെൻറ്റ് പ്രൈവറ്റ് സബ് എന്ന് കൊടുത്തിട്ട് 2A ആണ് ഞാൻ കൊടുക്കുന്നത്. സോൺ A കൊടുത്തു. അതിൽ അടുത്ത നെറ്റ്വർക്ക് ഞാൻ കോപ്പി ചെയ്തു. 48.0 ആണ്, അത് പേസ്റ്റ് ചെയ്തു. ടാഗ് നെയിം ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ ഞാൻ അങ്ങനെ 3 സബ്നെറ്റാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ആഡ് ന്യൂ കൊടുത്തിട്ട് ഇതേപോലെ തന്നെ ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്ത് പോവുകയാണ്. ഇപ്പോൾ സബ്നെറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് ചെയ്യുക. ഇപ്പോൾ DBക്ക് സെപ്പറേറ്റ് വേണമെങ്കിൽ DBക്കൊക്കെ സെപ്പറേറ്റ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ALBക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ വെബ് സെർവറിൻ്റെ സബ്നെറ്റും DB സബ്നെറ്റും പ്രൈവറ്റ് ആണ് വേണ്ടെങ്കിൽ അത് സെപ്പറേറ്റ് ക്രിയേറ്റ് ചെയ്ത് വെക്കാം. നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സിമ്പിളായിരിക്കും അങ്ങനെയൊക്കെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ പബ്ലിക് സബ്നെറ്റും പ്രൈവറ്റ് സബ്നെറ്റും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പ്രൈവറ്റ് സബ്നെറ്റിൻ്റെ മറ്റേ പബ്ലിക് IP അസൈൻ ചെയ്യേണ്ട കാര്യമില്ല. ഇതെല്ലാം അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് ഡിഫോൾട്ട് റൗട്ട് ടേബിളിലേക്കാണ്. അതായത് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത VPCയുടെ ഡിഫോൾട്ട് റൗട്ട് ടേബിളിലേക്കാണ് അസോസിയേറ്റ് ചെയ്തേക്കണം ഈ 6 സബ്നെറ്റും. ഇപ്പോൾ ബൈ ഡിഫോൾട്ട് ഈ റൗട്ട് ടേബിളിൽ ഇൻ്റർനെറ്റ് ഗേറ്റ്വേ ഇല്ല, അതുകൊണ്ട് ഇൻ്റർനെറ്റ് കിട്ടത്തില്ല. ഈ സബ്നെറ്റിൽ ക്രിയേറ്റ് ചെയ്ത ഇൻസ്റ്റൻസിനൊന്നും ഇൻ്റർനെറ്റ് കിട്ടത്തില്ല. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഒരു ഇൻ്റർനെറ്റ് ഗേറ്റ്വേ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കൊരു നെയിം കൊടുക്കാം. ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത റൗട്ട്. അപ്പോൾ ഞാൻ ഒരു പബ്ലിക് മാനേജ്മെൻറ്റ് പബ്ലിക് റൗട്ട് ടേബിൾ എന്നാണ് ഞാൻ കൊടുക്കുന്നത്. അതിന് ഡിഫോൾട്ട് എന്ന് കൊടുക്കാം. അത് ഡിഫോൾട്ടാണ്. ബൈ ഡിഫോൾട്ട് ഒരു VPC ക്രിയേറ്റ് ചെയ്യുമ്പോൾ ക്രിയേറ്റ് ആവുന്ന ഒരു സബ്നെറ്റാണ്. ഞാനിപ്പോൾ ഡിഫോൾട്ട് എന്നൊരു നെയിം കൊടുക്കുവാണ്. അതിനകത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ടേബിൾ ക്രിയേറ്റ് ആയിട്ടുണ്ട് റൗട്ട് ടേബിളിൽ. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ പബ്ലിക്കായിട്ട് യൂസ് ചെയ്യാം. അതേപോലെ സബ്നെറ്റ് 6 സബ്നെറ്റും ഇതിനകത്തേക്കാണ് അസോസിയേറ്റ് ആയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പ്ലിറ്റപ്പ് ചെയ്യാം.
അപ്പോൾ സബ്നെറ്റ് ഇപ്പോൾ എല്ലാം ഞാൻ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഓരോ സബ്നെറ്റ് നിങ്ങൾ എടുത്ത് നോക്കിയാൽ കാണാം നിങ്ങളുടെ ഏത് റൗട്ട് ടേബിളിലേക്കാണ് അറ്റാച്ച് ആയിരിക്കുന്നത്, ഏത് NACയിലാണ് യൂസ് ചെയ്യുന്നത്, അങ്ങനെയുള്ള ഡീറ്റെയിൽ എല്ലാം കാണാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഇവിടെ നിന്ന് തന്നെ NACയിൽ എടുത്ത് നോക്കിയാൽ നമുക്ക് വേണമെങ്കിൽ അറിയാം. അതേപോലെ തന്നെ അടുത്തത് സെക്യൂരിറ്റി സെക്ഷനിൽ വന്നു കഴിഞ്ഞാൽ NACയിൽ നിന്ന് നെറ്റ്വർക്ക് കേസിൽ നിന്നൊരു സെക്ഷൻ ഉണ്ട്. അവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇതാണ് NACയിൽ. അപ്പോൾ അതിന് ഞാനൊരു പേര് കൊടുക്കുകയാണ്, മാനേജ്മെൻറ്റ് ഡിഫോൾട്ട് NACയിൽ നിന്നാണ് ഞാൻ ജസ്റ്റ് കൊടുക്കുവാണ്, ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ്. സേവ് ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് നമുക്ക് 6 സബ്നെറ്റ് അസോസിയേറ്റഡ് ഉണ്ട് ബൈ ഡിഫോൾട്ട്. ഇൻബൗണ്ട് ഉണ്ട്, ഔട്ട് ബൗണ്ട് ഉണ്ട്, സബ്നെറ്റ് അസോസിയേഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെയും NACയിൽ വേണമെങ്കിൽ സെപ്പറേറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് സ്പ്ലിറ്റപ്പ് ചെയ്യാവുന്നതാണ്. അത് ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്യുന്നുണ്ട്, ഒരു ഇൻഫ്ര എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ സബ്നെറ്റിൻ്റെ 3 ക്രിയേറ്റ് ആയിട്ടുണ്ട്. ബൈ ഡിഫോൾട്ട് ഇതെല്ലാം പോയിരിക്കുന്നത് ഡിഫോൾട്ട് റൗട്ട് ടേബിളിലും ഡിഫോൾട്ട് NACയിലേക്കാണ് പോയിരിക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരു EC2 സെക്ഷനിൽ പോയിട്ട് EC2 ക്രിയേറ്റ് ചെയ്ത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അതിൻ്റെ നെറ്റ്വർക്ക് സെക്ഷൻ എങ്ങനെയാണ് വരുന്നതെന്ന് ജസ്റ്റ് നോക്കാം. ഞാൻ ഇപ്പോൾ ഇവിടെ വന്ന നെറ്റ്വർക്ക് സെക്ഷനിൽ VPC 2 VPC എനിക്കിപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. മാനേജറിൻ്റെ VPC ഇവിടെ നിന്ന് ചൂസ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ഇവിടെ 6 സബ്നെറ്റ് ഇവിടെ കാണിക്കും. പബ്ലിക്കിൻ്റെ 3 പ്രൈവറ്റിൻ്റെ 3 കാണിക്കും. ഇപ്പോൾ പ്രൈവറ്റ് ഏതെങ്കിലും ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോ അസൈനിങ് IP അഡ്രസ്സ് ഡിസേബിൾഡാണ്, നമ്മൾ ആ സെറ്റിങ്സ് എനേബിൾ ചെയ്തില്ല. പക്ഷേ പബ്ലിക് കൊടുത്തു കഴിഞ്ഞാൽ അത് ബൈ ഡിഫോൾട്ട് എനേബിൾഡാണ്. അതായത് പബ്ലിക്കിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഇൻസ്റ്റൻസിനെല്ലാം IP ക്രിയേറ്റ് ആവും, പബ്ലിക് IP അസൈൻ ആവും. പ്രൈവറ്റിൽ വരുന്ന സബ്നെറ്റിനെല്ലാം പ്രൈവറ്റിൽ വരുന്ന ഇൻസ്റ്റൻസിനെല്ലാം പ്രൈവറ്റ് IP മാത്രമേ ഉണ്ടാവുള്ളൂ, പബ്ലിക് IP അസൈൻ ആവില്ല. അതുപോലെ നമുക്ക് സബ്നെറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽ കിട്ടും, എത്ര IP യൂസ് ചെയ്യാൻ പറ്റും, ഇതെല്ലാം ഡീറ്റെയിൽസും ഉണ്ട്. ഡിഫോൾട്ട് സബ്നെറ്റ് ആണോ അല്ലയോ, ഓട്ടോ അസൈൻ IP എനേബിൾഡ് ആണോ അല്ലയോ, ഇതെല്ലാം നമുക്ക് ഇവിടെ തന്നെ അറിയാനായിട്ട് പറ്റും. അതേപോലെ നമ്മൾ ഓരോ സബ്നെറ്റും ചൂസ് ചെയ്തതിന് ശേഷം താഴത്തെ ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽ അറിയാനായിട്ട് പറ്റും. റൗട്ട് ടേബിൾ ഏതിലാണ് ലിങ്ക് അയക്കുന്നത്, അതിൻ്റെ റൗട്ട് ടേബിൾസ് എന്തൊക്കെയുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് പറ്റും. NACയിൽ പോയി കഴിഞ്ഞാൽ ഏതൊക്കെ IP ആണ് അലോ ചെയ്തേക്കണം, ഡിനേ ചെയ്തേക്കണം, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ തന്നെ അറിയാനായിട്ട് പറ്റും. ഇപ്പോൾ മെയിൻ റൗട്ട് ടേബിളിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത 6 സബ്നെറ്റും ഈ റൗട്ട് ടേബിളിലേക്കാണ് അസൈൻ ആയിരിക്കുന്നത്. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ അതേപോലെ തന്നെ ഇൻ്റർനെറ്റ് ഗേറ്റ്വേ അറ്റാച്ച് ചെയ്തിട്ടുള്ള ബൈ ഡിഫോൾട്ട് ഉള്ള റൗട്ട് ടേബിൾ മാത്രമേ ആഡായിട്ടുള്ളൂ, റൗട്ടിങ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ ഇൻ്റർനെറ്റ് ഗേറ്റ്വേ ക്രിയേറ്റ് ചെയ്തിട്ട് പബ്ലിക് റൗട്ട് ടേബിളിൽ എങ്ങനെ ആഡ് ചെയ്യാം, നാറ്റ് ഗേറ്റ്വേ എങ്ങനെ പ്രൈവറ്റിൽ ആഡ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളെല്ലാം അടുത്ത പാർട്ടിൽ ഞാൻ പറയുന്നുണ്ട്. അതിൻ്റെ സെക്യൂരിറ്റി ഗ്രൂപ്പും ക്രിയേറ്റ് ആയിട്ടുണ്ട്, അതിന് ഞാനൊരു ഡിഫോൾട്ട് നെയിം എന്നും പറഞ്ഞ് ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യുക.